ഒരു വശത്ത് ചിരി വരുന്നു, പിന്നെ തമാശയും കൂടെയാണ്. ചിരിക്കാനും തമാശ പറയാനുള്ള കാരണം, പണ്ടേ ദുർബല പിന്നെ ഗർഭിണി, കൂനന്മേൽ കുരു. ഇങ്ങനെ ഏത് കാര്യം പറഞ്ഞാലും ബി ജെ പിക്ക് ഇതിപ്പോൾ യോജിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. ശരിക്കും ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടി ഒരു ആൾട്ടർനേറ്റീവായിട്ട് കേരള ജനത കാണണമെങ്കിൽ അതിനൊരു വിശ്വാസ്യത വേണ്ടേ? രാജ്യം ഭരിക്കുന്നു, സമ്മതിച്ചു. കേരളം ഭരിക്കുന്നില്ല. 3 MLA ഉള്ളത്, ഒരു മേയറുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി കേന്ദ്ര ബി ജെ പി അല്ലെ ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റി കൊടിയടിച്ചു കൊടുത്ത, സമ്പൂർണ്ണമായിട്ട് അടിച്ച് ഫ്രീ ആയിട്ട് കൊടുത്ത കൊടി വിറ്റതായിട്ട് കാണിച്ച്, അത് വാങ്ങിയതായിട്ട് കാണിച്ച് 1.5 കോടി രൂപ അടിച്ചു മാറ്റിയിരിക്കുന്നു. ഒരു സെക്രട്ടറി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, പുറത്ത് നിർത്തിയിരിക്കുകയാണ്. അത് വനിതയാണ്. അതിനോടൊപ്പം 2 പുരുഷന്മാരെയും വെളിയിലാക്കിയിട്ടുണ്ട്. ഇതെന്തൊരു പാർട്ടി? പറഞ്ഞ കേൾക്കുന്നതനുസരിച്ച് 25 കോടി രൂപയാണ് ഈ വെട്ടിപ്പിനെ കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ ഇലക്ഷനിൽ 25 കോടി രൂപയാണ് പോയതെന്നാണ് പറയുന്നത്. കേന്ദ്ര സംവിധാനമാണ്. ഇപ്പം കോൺഗ്രസ്സിന് എല്ലാവർക്കും 1 കോടി 2 കോടി വെച്ചൊക്കെ കൊടുത്തത് കേന്ദ്രമാണ്. കാരണം കെ.സി. വേണുഗോപാൽ സംഘമാണ് പണം മൊബിലൈസ് ചെയ്ത് കൊടുത്താലല്ലേ ഇവിടെ ഇലക്ഷൻ നടക്കുകയുള്ളൂ. അവർക്ക് ഭരണമുള്ള കർണാടകത്തിൽ നിന്നും രാജസ്ഥാനും ഭരണമുള്ള സ്ഥലങ്ങളിൽ നിന്നും മുതലാളിമാരെന്നൊക്കെ കാശ് വാങ്ങിച്ച് കൊടുത്താലേ ഇലക്ഷൻ നടക്കണമല്ലോ. ബി ജെ പി അതുപോലെ തന്നെ വലിയ പൈസ കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം കുഴൽപ്പണം പിടിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൃശ്ശൂർ വെച്ചിട്ട് കാറിൽ കുഴൽപ്പണം പിടിച്ചു, തെരഞ്ഞെടുപ്പിന് എലവിന് കൊണ്ടുപോയ. ഇപ്രാവശ്യം എന്താ അതല്ല, കുഴൽപ്പണമല്ല, സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആൾ തന്നെ പൈസ അടിച്ചു മാറ്റിയിരിക്കുന്നു, കോടികൾ. എന്തൊരു നാടാണിത്? ഒരു വശത്ത് ഗ്രൂപ്പ്, മറുവശത്ത് നേതാക്കൾ തമ്മിൽ പോര്. പിന്നെ എത്ര വർഷം പ്രവർത്തിച്ചാലും, എത്ര നന്നായി പ്രവർത്തിച്ചാലും പുതിയ ആളുകളെ എടുക്കും പോലുള്ള റിക്രൂട്ട്മെന്റ് രീതികൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോയെന്നറിയാം. പരിശീലനങ്ങൾ, പ്രൊഫഷണൽ പരിശീലനങ്ങൾ എന്ന് കൊടുത്തിട്ട് എന്താ കാര്യം? മോഷ്ടിക്കുന്നവർ മോഷ്ടിക്കും, കക്കുന്നവർ കക്കും, എടുത്തുകൊണ്ട് പോകണവർ എടുത്തുകൊണ്ട് പോകും. ഇതെങ്ങനെയാണ് നന്നാവുക? എന്തൊരു മോശമാണ്. രാജ്യത്തെയും കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊഫഷണലായിട്ടുള്ള കോടാനുകോടി രൂപ കൈവശമുള്ള ഏറ്റവും വലിയ പ്രൊഫഷണലായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറാണ് ഇത് നയിക്കുന്നത്. അദ്ദേഹത്തിന് ഇതിനെ രക്ഷിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇത് ആരിനെ രക്ഷിക്കും? വളരെ പാത്തറ്റിക്കാണ് കണ്ടീഷൻ, വളരെ മോശമാണ്. ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ ബി ജെ പി നടന്നിരിക്കുന്നത്. വാർത്തകളുടെ പ്രളയമാണ് ബി ജെ പിയെ സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് വരുന്നത്. അല്ലെങ്കിലും ആ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഒരുപാട് പരാതികളുണ്ട്. അതൊരാഘോഷ സ്ഥലമായിട്ടാണ് കാണുന്നത്. പലർക്കും പല പരാതികളുണ്ട്. നമ്മളങ്ങനെ പരാതിപ്പെടാൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ സന്ദർശകരൊന്നുമല്ല. ബി ജെ പി ഓഫീസിൻ്റെ സന്ദർശനം, ഒരു ഓഫീസും കെ പി സി ഓഫീസാവട്ടെ, ബി ജെ പി ഓഫീസാവട്ടെ, CPM ഓഫീസാവട്ടെ, എന്തെങ്കിലും വല്ല ലഘുലേഖ വാങ്ങാനോ പ്രകടന പത്രം വാങ്ങാനോ പിന്നെ ഏതെങ്കിലും നേതാക്കളെ വ്യക്തിപരമായിട്ട് കാണണം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പോകും എന്നുള്ളതല്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാൻ പോകുന്നതല്ല. നിത്യ സന്ദർശകരല്ല ഒരു പാർട്ടി ഓഫീസിൽ. നമ്മൾ രാഷ്ട്രീയ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിത്യ സന്ദർശകനല്ല. കഷ്ടമാണ്, മോശമാണ്. 1.5 കോടി രൂപ ഒരാൾ ഇതിന് തിരിച്ചടയ്ക്കണമെന്ന് പറയുന്നു. 25 കോടി രൂപ വരെ കാണാനില്ലെന്ന് പറയുന്നു. അടിച്ചു കൊടുത്ത കൊടിയുടെ ബില്ല്, ഈ 1.5 കോടിക്ക് ബില്ല് എവിടെ നിന്ന് വെച്ചു എന്നുള്ളതാണ്. ഇത് തുണി അടിച്ചത്. വളരെ കഷ്ടമാണ് ബി ജെ പിയുടെ കാര്യം. നിങ്ങളെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും? കർശനമായ നടപടി. ഒരാൾ കാപ്പ കേസിലകത്ത് കിടക്കുന്നു, അദ്ദേഹത്തെ മാറ്റി നിർത്തണ്ടേ? നിരപരാധിയായിരിക്കും, അത് കഴിഞ്ഞ് വരട്ടെ, തെളിയിച്ച് വരട്ടെ, നിരപരാധിത്വം തെളിയിച്ചിട്ട് വരട്ടെ. അതുവരെ എന്തിനാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കുന്നു, അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി തെളിയിച്ചിട്ട് വരട്ടെ. അതിൻ്റെ പേരിൽ ഒരു കോർപ്പറേഷൻ സമരം നടക്കുന്നു, LDF അവിടെ നിത്യ സത്യാഗ്രഹം കിടക്കുന്നു. വല്ല കാര്യമുണ്ടോ ഇതിൻ്റെ? ഇതെല്ലാം ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളെ കൃത്യമായി നിങ്ങൾക്കൊരു ചാൻസ് ഇവിടെ കിട്ടി, ഭരിക്കാനൊരു ചാൻസ് കിട്ടി. കോർപ്പറേഷൻ ഭരിക്കാൻ വലിയ ചാൻസാണ് കിട്ടിയത്. നിങ്ങൾക്ക് കോർപ്പറേഷനെ നന്നായി ഭരിച്ചാൽ കേരളത്തിൽ നിങ്ങൾക്ക് വലിയ ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ വലിയ ഡാമേജ് ഉണ്ടാകും. 2D തന്നെ. ഒന്നുകിൽ വലിയ ഡയമെൻഷൻ, അല്ലെങ്കിൽ വലിയ ഡാമേജ്. നിങ്ങൾക്ക് പിന്നെ വേറൊരു ഗുണമുണ്ട് കേട്ടോ ബി ജെ പിയെ കുറിച്ച്. ഞാൻ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കരുത്, കുറ്റമൊന്നുമല്ല, നമ്മൾ ചില ഫാക്റ്റ് പറയുകയാണ്. നിങ്ങൾക്ക് എവിടെ അധികാരം കിട്ടിയിട്ടുണ്ടോ അവിടെ നിങ്ങൾ അടിച്ച് പിരിഞ്ഞിട്ടുണ്ട്. പാലക്കാട് വലിയ രീതിയിലല്ലേ നിങ്ങൾ അധികാരത്തിൽ വന്നത്. പന്തളം നഗരസഭ അവസാനം കമ്മ്യൂണിസ്റ്റുകാരല്ലേ വീണ്ടും തിരിച്ചു വന്നത്.
അയ്യപ്പൻ്റെ ഇത്രയും ബഹളം കടന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റില്ല. കള്ളിക്കാട് പഞ്ചായത്ത്, കല്ലിയൂർ പഞ്ചായത്ത്, തിരുവനന്തപുരത്ത് വെങ്ങാനൂർ പഞ്ചായത്ത്, എനിക്ക് അറിയാവുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ പിന്നെ നിങ്ങൾ വരില്ല. അതെങ്ങനെയാ? മറ്റു പാർട്ടികളൊക്കെ തുടർച്ചയായിട്ട് വരെയല്ലേ, നിങ്ങളെന്താ അവിടെ വരാത്തെ? അധികാരത്തിൽ വന്നില്ലെങ്കിൽ പറയാം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടി പാര വെച്ച് പരസ്പരം ക്രോസ് വോട്ട് ചെയ്ത് നിങ്ങളെ വരുത്തിയില്ല, ഓക്കെ, അത് ന്യായമാണ്. പക്ഷെ പിന്നെയും നിങ്ങൾക്ക് ക്രോസ് കിട്ടും. നിങ്ങൾക്ക് ജനങ്ങളെ ആ ക്രോസ് വോട്ട് ഉണ്ടെങ്കിൽ അതിനെ ഓവർടേക്ക് ചെയ്തുള്ള ജനങ്ങളുടെ ഒരു അധികാരം പിടിക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പൈസ പിടിക്കാൻ, ജനങ്ങളുമായി ബന്ധപ്പെടുത്തി ജനങ്ങളെ നിങ്ങൾ കയ്യിലെടുക്കാൻ കഴിയുന്നില്ലേ? കൃത്യമായ ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്തുക. ഇപ്പം നടന്നിരിക്കുന്ന തോന്നിയവാസങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ ജനകീയ പ്രശ്നങ്ങളിലേക്ക് പോവുക. ഇപ്പം നല്ല കാലാവസ്ഥ മാറ്റമാണ് കേരളത്തിൽ, അതിലേക്ക് പോവുക. കേരളത്തിലൊരു ദുരന്ത ഭൂമികയായി മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിലേക്ക് പോവുക. തീരദേശത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്, അത് അഡ്രസ്സ് ചെയ്യുക. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, അത് അഡ്രസ്സ് ചെയ്യുക. സംസ്ഥാന സർക്കാരിന് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യുക. യുവാക്കളുടെ പ്രശ്നങ്ങളുണ്ട്, തൊഴിലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, IT മേഖലയിൽ തൊഴിലിൻ്റെ പ്രശ്നമുണ്ട്. 800 പേരെയാണ് കൊറോ ഹെൽത്തുകാർ പിരിച്ചുവിട്ടത്. അങ്ങനെ നാടിനെ ബാധിക്കുന്ന, നാടിൻ്റെ പ്രശ്നങ്ങളെ ബാധിക്കുന്ന നിരവധി കാര്യങ്ങൾ കേരളത്തിലുണ്ട്. അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. സംഘടനാ വിദ്യാഭ്യാസം കൊടുക്കുക. കണ്ട അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിയും ആരെങ്കിലും ഏതൊക്കെ പാർട്ടിയിൽ നിന്ന് ആരൊക്കെ വന്നാലും നിങ്ങൾ അങ്ങോട്ട് കയറ്റും. ഉടനെ മെമ്പർഷിപ്പ് കൊടുക്കുന്നു, ഷാളിടുന്നു, പിന്നെ പിറ്റേ ദിവസം ഏതെങ്കിലും പൊസിഷൻ കൊടുക്കും. പരമ്പരാഗതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പല പൊസിഷനും ഇല്ലാതെയും വരും. ഇതൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതും, വരുന്നവർക്ക് സംഘടനാ വിദ്യാഭ്യാസം കൊടുക്കണമെന്നും, നിലവിൽ നിൽക്കുന്നവർക്കും സംഘടനാ വിദ്യാഭ്യാസം കൊടുക്കണമെന്നും, രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കണമെന്നും ഒക്കെയുള്ള വലിയൊരു സംഘടനയായി മാറുമ്പോഴാണ് നിങ്ങളെ കൂടുതൽ വിശ്വാസ്യത ജനങ്ങൾക്ക് വരുന്നത്. അതിലൂടെ മാത്രമാണ് നമുക്ക്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കൂടുതൽ ജനങ്ങളുടെ കാര്യങ്ങൾ അറിയാനാണ് നിൽക്കുന്നതെങ്കിൽ കൂടുതൽ കൃത്യമായി ഞാൻ ഈ പറഞ്ഞ പോലുള്ള സംവിധാനങ്ങളിലേക്ക് നിങ്ങൾ മാറി